ഹലോ, വെൽക്കം. നമസ്കാരം. ട്രാവൽ ബൈ മനോജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറേ ദിവസമായി, ശരിയാണ്. മടി ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ശരിയാണ്. ഇന്നൊരു വ്യത്യസ്തമായിട്ട്, ഉത്സവമോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലേസസോ ഒന്നുമല്ല, ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാനൽ, ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പിന്നിൽ കിടക്കുന്നത് കാണാം. ഏറ്റവും പുതിയ ടാറ്റ കർവ് എന്ന് പറയുന്ന ഇലക്ട്രിക് വേർഷനാണ് വന്നിരിക്കുന്നത്. ഇത് എടുത്തിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ തോട്ടശ്ശേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവിടെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഥാകാരനാണ്, കവിത എഴുതുന്ന ആളാണ്. അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട്. അദ്ദേഹത്തെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് വരാം. ടാറ്റ കർവ് എന്ന് പറഞ്ഞ EV വേർഷനാണ്. ഇതിൻ്റെ പെട്രോളും ഡീസലും വേർഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൽ EV 455 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന EV ആണത്. 55 കിലോ വാട്ട്സിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ആദ്യം ഞാൻ തുടങ്ങുന്നത്, ഇത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ്. അതായത് നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ എവിടെയല്ല, ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരം, അതായത് ടാറ്റയുടെ എഞ്ചിനീയേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു അതിഗംഭീര ഡിസൈനാണ് എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ബാക്ക് സൈഡ് വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. BMW ഒരു X6 കൂപ്പയൊക്കെ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മനോഹരമായിട്ടാണ് അതിൻ്റെ കർവുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതും വ്യത്യസ്തമാണ്. ഒഴുകി ഇറങ്ങുന്ന സൂപ്പറായിട്ടുള്ള നല്ല കൂപ്പേ ഡിസൈനാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എല്ലാവർക്കും ആസ് എ EVനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ EVനെ ഒക്കെയാണ്. പക്ഷേ ഫ്രണ്ടിൽ മാത്രം അവർ മറ്റുള്ള അവരുടെ ടാറ്റയുടെ മറ്റ് 2 EV കൂടിയുള്ള പഞ്ചായാലും നെക്സോൺ ആയാലും അതിൻ്റെ കുറേ ചായ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ഡ്രോബാക്കായി തോന്നാം. പക്ഷേ ആസ് എൻ EV അവരുടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സാധാരണ ടാറ്റ കർവിൻ്റെ ഫ്രണ്ട് റിവ്യൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വണ്ടിയുടെ റിവ്യൂ എന്ന് പറയുമ്പോൾ മറ്റു റിവ്യൂകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ചുകൂടി യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ഫ്രണ്ടിൽ നമ്മൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഫ്രണ്ടിൽ കർവെന്ന ബാഡ്ജ് ഇത് അഡീഷണലി വെച്ചതാണ്. ആൻഡ് ഇലക്ട്രിക് ചാർജിങ് പോർട്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഉള്ളിൽ നിന്ന് നമുക്കത് ഓണാക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സാധാരണ ഇലക്ട്രിക്കിൻ്റെ എല്ലാ വേർഷൻസും ഇവിടെ ഉണ്ട്. 360 ക്യാമറയുടെ ഫ്രണ്ട് കാണാം. നല്ല രസമുള്ളൊരു ഹെഡ്ലൈറ്റാണ്. അതിനുശേഷം അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോഗ് ലാമ്പ് ഉണ്ട്. പറഞ്ഞതുപോലെ ഫ്രണ്ട് സൈഡ് നമ്മൾ നേരത്തെ കണ്ടു, നല്ല രസമുള്ള ഹെഡ്ലൈറ്റ്. അത് താഴെ തന്നെ ഫോഗ് ലാമ്പ് അതിഗംഭീരമായിട്ടുണ്ട്. ഇനി ഈ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈഡ് പ്രൊഫൈൽ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല അതിഗംഭീരമായിട്ട് ഇറങ്ങി വരുന്ന ഒരു കൂപ്പേ ഡിസൈൻ. അത് നന്നായി, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി ടയറിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ 17 ഇഞ്ച് ടയറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഒരു മിറർ തന്നെയുണ്ട്. പിന്നെ പുതിയ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ ഡോർ തുറക്കുന്ന സ്റ്റൈലാണിത്. അത് ഫ്രണ്ടിലും ഇതിൽ റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ ചാവി പോക്കറ്റിൽ വെച്ചാൽ മതി. ബാക്കിലും ഒക്കെ അങ്ങനെയാണ്. പിന്നിലേക്കും വശത്തിലേക്ക് കാഴ്ച വരുമ്പോൾ നല്ല കൂപ്പേ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നന്നായി ഒഴുകി വന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്ക് അതിലൊരു ഇവിടെ ഒരു ലോഗോ കാണാം. അതിൻ്റെ താഴെ ക്യാമറയുണ്ട്. കർവ് എന്ന് പറഞ്ഞിരിക്കുന്ന .EV എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേബലുണ്ട്. വീണ്ടും ഇവിടെ റിക്വസ്റ്റ് സംഭവങ്ങൾ അതൊക്കെ ഇവിടെയുണ്ട്. നല്ലൊരു രസമായിട്ട് സ്കിഡ് പ്ലേറ്റ്, അധികം രസമായിട്ട് സിൽവർ സ്കിഡ് പ്ലേറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നിൽ നല്ല റിഫ്ലക്റ്റേഴ്സാണ്. ഇനി ഞാൻ അതിൻ്റെ ബൂട്ട് ഒന്ന് തുറന്നു കാണിച്ചു തരാം. നമുക്ക് അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ കൂടിയുണ്ട്. ബൂട്ട് സ്പേസ് അതിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കാനുള്ള പരിപാടിയുണ്ട്. ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അതായത് നമുക്കൊരു 5 or 6 നീലപ്പെട്ടികൾ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത്. അത്രയും സ്ഥലമാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. 2 പോക്കറ്റുകൾ ഇവിടെ ചെറുതായിട്ട് നമ്മൾ വേറെ ചില ടൊയോട്ടയുടെയൊക്കെ വണ്ടികളിൽ, ഹയർ എൻഡ് വണ്ടികളിലൊക്കെ കാണുന്ന പോലെ ചില സാധനങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഇവിടെയുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ഇത് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിനുള്ളൊരു പോയിന്റാണത്. അതിവിശാലമായ ബൂട്ട് ഏരിയ ആണ്. ഇനി അതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളിത് അഡീഷണലി 3D മാറ്റ് വെച്ചതാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫുൾ സ്പെയർ ടയർ തന്നെ വരുന്നുണ്ട്. നല്ലൊരു ഫുൾ സൈസ് സ്പെയർ ടയറാണ് വരുന്നത്. സെയിം സൈസ് തന്നെയാണത്.
പിന്നെ അതിനോടൊപ്പം വരുന്നത് ഒരു ചാർജർ സെറ്റാണത്. ചാർജർ സെറ്റിന്റെ കേബിളാണത്. അതുകൂടാതെ ടാറ്റയോടൊപ്പം തരുന്ന സ്പെയർ വീൽ കൂടാതെ ഒരു പഞ്ചർ റിപ്പയർ കിറ്റും കൂടി ഇതിനോടൊപ്പം തരുന്നുണ്ട്. ഇത്രയാണ് പിൻവശത്ത് ബൂട്ടിനകത്തുള്ള കാഴ്ച. ബൂട്ടിന്റെ അത് നന്നായിട്ട് കുപ്പി ഡിസൈനിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഡിസൈനിൽ ഈ ഹൈറ്റിലാണത് വന്ന് നിൽക്കുന്നത്. അതിഗംഭീരമായിട്ടുണ്ട്. ആ ഡിസൈൻ എന്ന് പറയാതെ വയ്യ. വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡ് പ്രൊഫൈൽ പറഞ്ഞതുപോലെ തന്നെ നല്ല രസമായിട്ട് ഇവിടെ ഒരു .EV എന്ന് പറഞ്ഞൊരു മാർക്കിംഗ് ഉണ്ട്. വീണ്ടും മിററിൻ്റെ അടിയിൽ 360 ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട് ഇതിനകത്ത്. നമുക്കിതിൻ്റെ ഔട്ട് സൈഡിനെ കുറിച്ച് പറയാനുള്ളത്, ഒരു ടോപ്പ് റൂഫുണ്ട്. റൂഫാണ്, ഡ്യുവൽ കളറാണ് ഇത് വന്നിരിക്കുന്നത്, ബ്ലാക്കും കൂടിയിട്ട്. ഇത് നമുക്ക് ചാവി അതിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോർ തുറക്കുന്നു. ഇതിൻ്റെ അകം വശം ഉൾവശം കാണിക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഡോറിൽ വരുമ്പോൾ നമ്മുടെ സാധാരണ വണ്ടികളിലൊക്കെ കാണും പോലെ ഡോറിൽ തന്നെയാണ് പവർ വിൻഡോസിൻ്റെ ഒക്കെ ബട്ടൺസ് ഉള്ളത്. ഉള്ളിൽ കയറുമ്പോൾ നല്ല പ്രീമിയം, നല്ല ഭംഗിയുള്ള ഒരു പുതുമയുള്ള ഇൻറ്റീരിയർ ആണ്. നല്ല ലക്ഷറി ഫീലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. നല്ല ബർഗണ്ടി കളറാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നിരിക്കുന്നത്. അത് വളരെ ലക്ഷറി വണ്ടികളിൽ കാണുന്ന ഒരു തരത്തിലുള്ള ഇൻറ്റീരിയർ ആണ്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഈ കളറ് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ ഡാഷ്ബോർഡിലും അതിൻ്റെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു ടച്ച് സ്ക്രീൻ, മ്യൂസിക് സിസ്റ്റവും നാവിഗേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കീ ഫോബ് വരുന്നത് കേട്ടോ. വളരെ നല്ല മനോഹരമായിട്ടുള്ള EV എന്നുള്ളൊരു ഡോട്ടൊക്കെ ആയിട്ടുള്ളൊരു കീ ഫോബാണ് അത് തന്നിരിക്കുന്നത്. ഇനി അതുകൂടാതെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ വയർലെസ് ചാർജർ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ബ്രേക്ക് വളരെ സോഫ്റ്റ് ടച്ച് ആണ്. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ട്. ടാറ്റയുടെ മറ്റു വെഹിക്കിൾസിലൊക്കെ കാണുന്ന പോലെ 3 ഓപ്ഷൻസ്, സിറ്റി, എക്കോ, സ്പോട്ട് എന്നുള്ള മോഡലുണ്ട്. ഗിയർ ലിവർ അതും അതിമനോഹരമായിട്ടാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. വളരെ രസമായിട്ടുണ്ട്. കയ്യിൽ അത് പിടിക്കാൻ വളരെ നല്ല സോഫ്റ്റ് ഫീലാണ്. ഇനി അതുകൂടാതെ ഇതിനകത്ത് 12 വോൾട്ട് ചാർജർ ഉണ്ട്. USB കണക്ഷൻ ചെയ്യാനുള്ള വേറൊരു പോർട്ടുണ്ട്. 45 വാട്ട്സിൻ്റെ വേറെ ടൈപ്പ് C കണക്ടറും വേറെ ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ടച്ച് കൺസോളാണ് ഇവിടെ കാണുന്നത്. മൊത്തം ഒരുവിധം ബട്ടൺസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടൺ കാണാം. പിന്നെ വരുന്നത് കാറ് ലോക്ക് ബട്ടൺ ഉണ്ട്. ബൂട്ട് ഓപ്പൺ ബട്ടൺ ഉണ്ട് ഇവിടെ. പിന്നെ ചാർജിങ് സ്ലോട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് ഇവിടെ. പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള ബട്ടൺസ് ഒക്കെ ഇവിടെ ഉണ്ട്. 360 വ്യൂ ക്യാമറയാണ് ഇതിൽ കാണുന്നത്. ഇത് 3D വ്യൂവിലിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാണിക്കാനായിട്ടുള്ള നല്ല രസികനായിട്ടുള്ള സംഭവമാണ് അതിൽ വന്നിരിക്കുന്നത്. അതൊരു നല്ല ഇപ്പം ഒരുവിധം വണ്ടികളിലൊക്കെ ഉണ്ട് 360 ക്യാമറ ഉണ്ട്. അത് ഇതിലും നന്നായിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് രസമായിട്ടുണ്ട്. ഇനി പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളതാണിതിൽ. അത് വളരെ കൃത്യമായിട്ട് എന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ 450 കിലോമീറ്റർ റേഞ്ചാണ് ഇപ്പം കാണിക്കുന്നത്. ഇത് 450 കിലോമീറ്റർ സിറ്റി മോഡിലാണ്. ഇനി ഞാനതിനെ എക്കോ മോഡിലേക്ക് സ്പോർട്ട് മോഡിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വോയിസും വരും. 427 കിലോമീറ്റർ റേഞ്ചായിട്ടാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ സ്പോർട്സ് മോഡിന് പകരം സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. നമ്മൾ ആ മോഡ് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഉള്ള ചാർജിൽ 477 കിലോമീറ്റർ ആണ് അതിൽ കാണിക്കുന്നത്. ഇത് റീജനറേഷൻ ഇതിൽ L2 എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കത് റീജനറേഷൻ ഇനിയും കൂട്ടാം. L3 ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ റേഞ്ച് കൂടുന്നത് കാണാം. സ്റ്റിയറിംഗ് വീലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഫോൺ കോൾസ്, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ട്രാക്ക് മാറ്റാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് ക്രൂയിസ് കൺട്രോൾ ഇതിലുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ സമയത്ത് നല്ലതാണ്. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇത് ലിറ്റായിട്ട് വരുന്ന ലോഗോ ആണ് ടാറ്റയുടെ ഈ ലോഗോ. അതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ഇവിടെ ഒരു ഡാഷ്ബോർഡ്, നല്ല ഡാഷ്ബോർഡാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത സ്ഥലം ഇതിനകത്തുണ്ട്. അതിൽ 2 ലെയർ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് സ്റ്റോറേജ്. അതിവിശാലമായ ഒരു സൺറൂഫ്, അതൊരു നല്ല രസമായിട്ട് ഉണ്ട്. നമുക്ക് വല്ല ഓഫ് റോഡ് പോകുമ്പോൾ എന്നല്ല, നല്ല ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വിശാലമായിട്ടുള്ളൊരു
സൺറൂഫാണുള്ളത്. ഇനി ഒരു പ്രാവശ്യം പ്രസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ കവർ പോയി. ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് കൃത്യമായി അത് സൺറൂഫ് തുറക്കുന്നുണ്ട്. ഈ ഹൈ റേഞ്ചിലോ അല്ലെങ്കിൽ അങ്ങനെ വാഗമൺ, മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്കത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക. ഫ്രഷ് എയർ മുകളിൽ കൂടെ വരാനും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ എയർ ബാഗിൻ്റെ സംഭവങ്ങൾ കാണിക്കുന്നു. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഇതിൽ വരുന്നുണ്ട്. നല്ല ഒരു മ്യൂസിക് സിസ്റ്റമാണ്. അതിഗംഭീരമായിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളും ട്യൂട്ടേഴ്സും ഒക്കെ അതിലുണ്ട്. ഇനി ഉള്ളത് ഇപ്പുറത്തെ ലൈറ്റ്. നമുക്കിവിടെ ലൈറ്റുകളുണ്ട്. അത് LED ലൈറ്റുകളാണ്. വൈറ്റ് കളറാണ് അതിൽ തന്നിരിക്കുന്നത്. അത് രസമാണ്. ഇനി ബാക്ക് സീറ്റിൽ നിന്ന് ഉള്ള കാഴ്ചയും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളെ പിൻവശത്തെ സീറ്റും കാര്യങ്ങളാണ്. ഇപ്പോൾ റൂഫ് തുറന്നിരിക്കുകയാണ്. അഗെയിൻ ബഗണ്ടി കളറ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റുകൾ അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കപ്പ് ഹോൾഡർ ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സീറ്റിൽ ഇരിക്കുന്നത്. ബാക്ക് സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതും നല്ല തൈ സപ്പോർട്ടുണ്ട്. ഇത് ഞാൻ 6 അടിക്ക് ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ലേശം മുന്നോട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ AC വെൻ്റ് ഉണ്ട്. വീണ്ടും ഒരു 45 വോൾട്ടിൻ്റെ ചാർജർ ഉണ്ട്, ടൈപ്പ് C വെച്ചിട്ട്. AC വെൻ്റ്. ഇവിടെ നമ്മുടെ ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം. ഇനി ഇവിടെയും നല്ലൊരു പാർസൽ ട്രേ ആണുള്ളത്. അത്യാവശ്യം സാധനങ്ങൾ അവിടെയും വെക്കാം. 2 ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസോഫിക്സ് ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഉള്ള നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടുന്ന് കാണുന്നത്. നല്ലൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു വ്യൂ അതിനുണ്ട്. EV എല്ലാവരുടെയും ഉള്ള ആളുകൾക്ക് അറിയാം എന്നുണ്ടെങ്കിലും ഒരു EVയുടെ വണ്ടിക്ക് അകത്തുള്ള ബോണറ്റിനകത്ത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു കൗതുകമാണ്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് എന്താണെന്നുള്ളത് കാണാം. നമ്മളത് എടുക്കുമ്പോൾ ടാറ്റയ്ക്ക് സ്വന്തമായിട്ട് അയണിൻ്റെ കമ്പനി ഉണ്ട് എന്നുള്ള അഹങ്കാരമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വെയിറ്റാണ് അതിൻ്റെ ഡോറിന്. ഗംഭീര വെയിറ്റാണ് ഉള്ളത്. അത് അതിലൊന്നും ഒരു പിശുക്കും കാണിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട സംഭവമാണ്. ഇത്രയാണ് നമ്മളതിൽ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സംഭവം. അതിൽ ഇത് വണ്ടിക്കുള്ള ഹെഡ്ലൈറ്റ്സും മറ്റുള്ള സാധനങ്ങളുടെയൊക്കെ ഉള്ള ബാറ്ററിയാണ് കാണുന്നത്. പിന്നെ കുറച്ച് കൂളൻ്റ് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള സംഭവം കാണാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്നുള്ള വേരിയൻ്റാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് മോഡലിൽ ഇവിടെ ഒരു കവറിനോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സും കൂടി സംഭവമുണ്ട്. നമുക്ക് അതിൻ്റെ ചാർജറോ അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യ സംഗതികളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അതിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതാണ് സാധാരണ ഒരു EV വണ്ടിയുടെ ഉൾവശം, അതായത് ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ അകത്ത് ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത്. വേറൊരു നല്ല കൗതുകം തോന്നിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ലൊരു പാക്കിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സൗണ്ട് ഇൻസുലേഷന് വേണ്ടിയിട്ടാണോ ടയറിൻ്റെ റോഡ് നോയ്സ് ഉള്ളിലേക്ക് കുറയ്ക്കാനാണോ എന്ന് എനിക്കറിയില്ല. അതൊരു നല്ല കാര്യമാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. ഞാനത് വേറെ വണ്ടികളിൽ ശ്രദ്ധിച്ചിട്ടില്ല അത്ര ഇതായിട്ട്. ഉള്ളിലും ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ഉള്ളിൽ ഞാനത് കാണിച്ചു തരാം ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, അത് ഓൺ ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങനെ ഒരു ഷോട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഡോറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഉള്ള അങ്ങനെ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ സത്യത്തിൽ തുറക്കേണ്ടത് ബൂട്ടും കൂടിയാണ്. ബൂട്ടും കൂടി തുറന്നു വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള അല്ലേ. ആണ് നേരത്തെ പറഞ്ഞ ബർഗണ്ടി കളറ് അതിമനോഹരമായിട്ടുണ്ട്. നമ്മൾ ഈ വെഹിക്കിളിൻ്റെ ഓണറെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വണ്ടിയുടെ മുതലാളി ഉണ്ണികൃഷ്ണൻ തോട്ടശ്ശേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്ക് ഈ വെഹിക്കിൾ എടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയോളമായി. അത്യാവശ്യം കുറച്ച് 1000 കിലോമീറ്ററോളം ഓടി കഴിഞ്ഞു അല്ലേ? 2000 അടുത്ത് ഓടി. ആദ്യം ഗംഭീര ഓട്ടമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിഗംഭീര ഓട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്ക്
EV ശരിക്ക് യൂസ് ആവും എന്നുള്ളതിന് ഒരു എക്സാമ്പിളും കൂടിയാണ് സംഭവം. കാരണം ഇതിൻ്റെ മുമ്പിലത്തെ വണ്ടി, അദ്ദേഹത്തിൻ്റെ വണ്ടി വെറും 4 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഈ വണ്ടിയും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ തന്നെ എന്തിന് EV എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ടാറ്റ ഈ കർവിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ? മൊത്തത്തിൽ എൻ്റെത് 4ാമത്തെ വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് ടാറ്റയുടെ. ടാറ്റേനെ കുറിച്ച് ഇതുവരെ മുന്നേ കേട്ടിരിക്കുന്ന 2-3 ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ഒന്ന് അവരുടെ ഈ പറഞ്ഞ ഒരു മെറ്റൽ, നേരത്തെ പലരും നമ്മൾ പരിഹാസ രൂപേണ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിലോ വണ്ടിക്ക് ഭയങ്കര വെയിറ്റും കാര്യങ്ങളും ഉണ്ട്. അതൊന്ന്. രണ്ടാമത് വരുന്നത് ഉള്ളിലത്തെ ഭയങ്കര സ്പേഷ്യസ് ആണ് വണ്ടി എന്നുള്ള 2 ഘടകങ്ങൾ. അത് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ട് ഒരു ഘടകം. ദെൻ സർവീസ്, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് അതിനെക്കുറിച്ച് പോസിറ്റീവായി കിട്ടിയതിൻ്റെ പേരിലാണ് നമ്മൾ നോക്കിയത്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി മനസ്സ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓട്ടമുള്ള ഒരാളാണ്. വണ്ടിക്ക് ഒരുപാട് നമുക്ക് യൂസേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ തൊട്ട് മുന്നേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വാഗണറായിരുന്നു. വാഗണർ 4 കൊല്ലം കൊണ്ട് എനിക്ക് 1,10,000 കിലോമീറ്ററോളം ഞാൻ ഓടിയതാണ്. അപ്പോൾ നമുക്കത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയ്ക്ക് നമുക്ക് ഒരിക്കലും ഒരു പെട്രോൾ വെഹിക്കിളോ അല്ലെങ്കിൽ ഒരു ഡീസൽ വെഹിക്കിളോ നമുക്ക് ഓട്ടം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് നമ്മൾ പറയുന്നത് ടാറ്റയുടെ തന്നെ ഈ കർവിന് പെട്രോളും ഡീസലും EV ഉണ്ട്. പെട്രോളിന്റെ ഒരു വേർഷൻ നോക്കുകയാണെങ്കിൽ ഈ EVയുടെ വേർഷനെക്കാട്ടിലും ഏകദേശം ഒരു 8-9 ലക്ഷം രൂപയുടെ വില വ്യത്യാസമുണ്ട്. വില കുറവാണ് അതിന്. ചിലപ്പോൾ 10 ലക്ഷത്തിന്റെ അടുത്ത് തന്നെ വില വ്യത്യാസം വരുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ വരുമ്പോൾ 10 ലക്ഷം നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് EV എടുക്കുന്നത് ഉപയോഗം ഉണ്ടാവും അല്ലെങ്കിൽ ഉപയോഗപ്രദമാവും എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഏതാണ്ട് 2000 കിലോമീറ്റർ ആവാറായി. എൻ്റെ ഫസ്റ്റ് സർവീസ് ആവുന്നു. ഒരു 100 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ 1900 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞു. ഈ ഒരു സമയത്തുള്ള ഏതാണ്ട് നമുക്കൊരു 8,000-9,000 റുപ്പീസിൻ്റെ ഒരു വ്യത്യാസം, നമുക്ക് ഫ്യൂവലിൽ വരുന്നൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതായത് പോക്കറ്റ് ഇച്ചിരി കൂടി കട്ടി കൂടി. അതെ, തീർച്ചയായിട്ടും കുറച്ചുകൂടി നമുക്ക് ലാഭകരമായി. പെട്രോളിന് ചിലവാക്കേണ്ട പൈസ നമ്മൾ ചിലവാക്കാതെ പോക്കറ്റിൽ നമുക്ക് കട്ടി കൂടി. ഇത്രയും കിലോമീറ്റർ ഓടുന്ന ഒരു ഡീസൽ അല്ലെങ്കിൽ ഒരു പെട്രോൾ വണ്ടിക്ക് വരുന്ന എക്സ്പെൻസും അത് നമുക്ക് കറണ്ട് ബില്ല്. നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ഓണർ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഇതിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ? ഈ ഒരു EV പെട്രോൾ വണ്ടിയിൽ നിന്ന് EVയിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഫസ്റ്റ് ഇംപ്രഷൻ? ഈ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് ബഹുഭൂരിപക്ഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സാധാരണക്കാരാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ലാഭം ആലോചിച്ചിട്ടാണ് കൂടുതലും ആളുകൾ ഇലക്ട്രിക് എടുക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 1900 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് ഒരു 10,000 രൂപയുടെ അടുത്ത് എനിക്ക് ഒരു ഫ്യൂവൽ ചാർജിൽ എനിക്കൊരു ലാഭം കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരുപാട് പൈസ ആദ്യം കൊടുത്തതിന്റെ ലാഭം പെട്ടെന്ന് തന്നെ നമുക്കത് മെറ്റീരിയലൈസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ താങ്കൾ പറയുന്നത്, അല്ലേ? ഈ വണ്ടിയുടെ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ട സംഭവം എവിടെയാണ്? ഏത് ഘടകമാണ് അതിന്റെ ആദ്യം ഇഷ്ടപ്പെട്ടത്? സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ബ്യൂട്ടി, ഭംഗി ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ടാറ്റ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ലോങ് റേഞ്ച് വണ്ടിയാണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് ലോങ് റേഞ്ച് എന്നുള്ള മോഡലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 581 ആണ് അവര് പറയുന്ന ഒരു മറ്റേ റേഞ്ച് എന്ന് പറയുന്ന സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒറ്റ ചാർജിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഫുൾ ചാർജ് ചെയ്ത സമയത്ത് നോക്കിയപ്പോൾ എനിക്ക് 538 വരെ ഇതിനകത്ത് കാണിച്ചിരുന്നു. നമ്മളിപ്പോ ഞാനിതുവരെ റോഡിലോ നല്ല റോഡിലോ ഓടുമ്പോഴായിരിക്കും ഞാനിതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല. എന്നാൽ പോലും ഇപ്പൊ ഏറ്റവും ഇന്നലെ എന്റെ നൈറ്റ് ഡ്രൈവ് ചെയ്ത് വന്ന വണ്ടിയാണ് ഇത്. ഇന്നലെ നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഏതാണ്ട് ഞാൻ ഒരു 240 കിലോമീറ്ററോളം ഇന്നലെ ഫുൾ ചാർജിന് ശേഷം ഞാൻ ഓടിച്ച വണ്ടിയാണ്. ഇന്ന് അതിനുശേഷം വന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഏതാണ്ട് ഒരു 246-47 കിലോമീറ്ററോളം റേഞ്ച് പിന്നെയും ബാക്കി കിടക്കുന്ന സാഹചര്യമാണ്. അതായത് ഫുള്ള് AC അറൗണ്ട് ഒരു നമ്മളെ കോയമ്പത്തൂരിന്റെ ആ സൈഡിൽ കൂടെ ട്രാഫിക്കിന്റെ ഇടയിലൊക്കെ ഒക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടും അത്രയും റേഞ്ച് ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകത ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇന്നലെ ഓടിച്ച സമയത്തൊന്നും റീജനറേഷൻ മോഡ് ഇടാതെയാണ് ഓടിച്ചത്. കാരണം ഒരു പാരലൽ റോഡ് കൂടെയാണ് നമ്മൾ ഓടിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ബ്രേക്കിംഗ് വളരെ കുറവ് വേണ്ടി ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 70 കിലോമീറ്റർ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ഞാൻ തമിഴ്നാട് നിന്നാണ് വന്നത്. കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെ എനിക്ക് ആ ക്രൂസ് കൺട്രോൾ സുഖമായിട്ട്, ഞാൻ ഒന്നുകൂടി പറഞ്ഞു, രാത്രിയാണ് എന്റെ ഡ്രൈവ്. അതുകൊണ്ട് 2 കാലും ടോട്ടലി നമുക്ക് ഫ്രീ ആയി വെറും ഒരു കൈ കൊണ്ട് മാത്രം നമുക്ക് ഡ്രൈവർലെസ് കാറുകൾക്ക് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ യൂസ് ചെയ്ത് വന്നു എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, വീണ്ടും ഒരൊറ്റ ചോദ്യം. മാനുവലിന്റെ ആരാധകനായിരുന്നു താങ്കൾ എന്ന് എനിക്കറിയാം. മാനുവലിൽ നിന്ന് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി മാറിയപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? ഒരു
പാൽപ്പായസം ഉണ്ടെന്ന സുഖം. അതെ, അല്ലാതെ ഇപ്പൊ നമുക്ക് അതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ തന്നെ അതെ, മനോജ് പറഞ്ഞാൽ മാനുവൽ ഡ്രൈവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് എനിക്കൊരു ഹരമാണ്. ഒപ്പം തന്നെ മാനുവൽ ഡ്രൈവ് ഒരുപാട് ആസ്വദിക്കുകയും ഒരുപാട് ഏതാണ്ട് എൻ്റെ ഒരു 6-7 ലക്ഷം കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓട്ടോമാറ്റിക് ആയിരുന്നു. സോറി, ക്ഷമിക്കണം, മാനുവൽ ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നത്. അതൊരു പറയാൻ പറ്റാത്തൊരു തന്നെ അതിന്റെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ ആരാധകനായി മാറി. അപ്പൊ ഇനി ഇപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് എന്തായാലും ഇനി 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം കിലോമീറ്റർ കുറട്ടെ. അത് കഴിഞ്ഞിട്ടും ഇനിയും ഓട്ടോമാറ്റിക് തന്നെ ആയിരിക്കും താങ്കളുടെ ഭാവിയിൽ, അല്ലെ? അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഇഷ്ടമായി. അപ്പോൾ ഓട്ടോമാറ്റിക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക് വേണോ അല്ലെങ്കിൽ മാനുവൽ വേണോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്കൊക്കെ എടുക്കാവുന്ന ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ടേക്കാണ്. ഓട്ടോമാറ്റിക് ഇഷ്ടമാണ് എന്നുള്ളത്. ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ രസമാണ്, ശരിയാണ്. ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് പ്രധാനമായിട്ടും വരുന്നൊരു സംശയം, എന്നിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംശയമാണ് ഇതിന്റെ ചാർജിങ് സ്റ്റേഷൻസിന്റെ അവൈലബിലിറ്റി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്, നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് നമ്മൾ കൂടുതലും ഓട്ടം വരുന്നത്. ഇതിൻ്റെ അടുത്തൊരു 4-5 ചാർജിങ് കമ്പനികൾ വളരെ വ്യാപകമായിട്ടുണ്ട്. അതുതന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. നമുക്കൊരു 10 കിലോമീറ്റർ അറൗണ്ട് വെച്ചിട്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് കിട്ടുന്ന ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ അതിൻ്റെ നാവിഗേറ്റർ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് കേരളത്തിലെ ഇപ്പോൾ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ടാറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പാസഞ്ചർ വെഹിക്കിളിൻ്റെ EV വെഹിക്കിൾസിൻ്റെ ഒരു വലിയൊരു ഭാഗവും കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ, അതായത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അവൈലബിലിറ്റി വലിയൊരു ഘടകമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല പോയിന്റാണ്. ഇവിടെ നമ്മൾ ലോങ് റേഞ്ച്, അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പുറത്ത് പോകുമ്പോൾ ആണ് ഇനി മറ്റുള്ളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. കേരളത്തിന് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് EV ഉപയോഗിക്കുന്ന ഒരാളുടെ ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ആദ്യത്തെ കൺസേൺ ആണ് നമുക്ക് റേഞ്ച് കൺസേൺ എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം, അവിടുന്ന് തൊട്ടടുത്ത് പോകണം, അതിൻ്റെ അപ്പുറത്ത് പോകണം. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്രോൾ വണ്ടിയാണെങ്കിലോ ഡീസൽ വണ്ടിയാണെങ്കിലോ പെട്രോൾ അടിക്കുന്നു പോകുന്നു എന്നേ ഉള്ളൂ. ഇതിലെ ചാർജിങ് സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ചാർജിങ് സ്റ്റേഷൻ കേരളത്തിൽ വലിയ പ്രശ്നമില്ല, നമ്മളവിടെ പോകുന്നു, എടുക്കുന്നു, കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. ഇതിനിടയ്ക്കൊരു ഹൈ റേഞ്ച് ട്രിപ്പ് പോയി, അല്ലേ? വയനാട് ഒരു ട്രിപ്പ് പോയി. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു കൺസേൺ എങ്ങനെയുണ്ടായിരുന്നു? അതിൻ്റെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? ആ ഹൈ റേഞ്ചിലെ ഡ്രൈവ് എങ്ങനെയുണ്ടായിരുന്നു? ഇതിലിപ്പോൾ നേരത്തെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് ഓട്ടോ ഹോൾഡ് എന്നൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടാവും. ഈ നമുക്ക് ചുരം കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിരുന്നു ഓട്ടോ ഹോൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ. എന്നിട്ട് നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടി തന്നെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ചുരം കയറുമ്പോഴും അതെ, ഇറങ്ങുമ്പോഴും അതെ. ഏറ്റവും കൂടുതൽ നമുക്ക് യൂസേജ് വന്നിരിക്കുന്ന ഓപ്ഷൻ തന്നെയാണ് അത്. നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ തന്നെ ഹോൾഡ് ആവുന്നു. പിന്നെ ദെൻ ആക്സിലേറ്ററിൽ നമ്മൾ കാല് വെച്ചാൽ മാത്രമേ വണ്ടി മൂവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് അതിനകത്ത് കണ്ടു. പിന്നെ ഈ പറയുന്ന ചുരം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വയനാട് പോകുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ ചെറിയൊരു രീതിയിൽ ഫസ്റ്റ് EV യൂസ് ചെയ്യുന്ന എന്നുള്ള നിലയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായത് ഇതിന്റെ റേഞ്ചും മറ്റു കാര്യങ്ങളുമായിരുന്നു. എന്നാൽ ഞാൻ ഇവിടുന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇവിടുന്ന് പോയത്. ഒരു ഏതാണ്ട് ഒരു 200 കിലോമീറ്ററോളം. പക്ഷേ ഞാൻ നേരിട്ട് അല്ല വയനാട് പോയത്, ഒന്ന് വളഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഏതാണ്ട് 200 കിലോമീറ്റർ അധികം എനിക്ക് വയനാട്ടിലേക്ക് എത്തിയിരുന്നു. വയനാട് പോയി വയനാട് പോയി മറ്റു 1-2 ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പോയത്. അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 180ഓളമാണ് എനിക്ക് റേഞ്ച് ബാക്കിയുണ്ടായിരുന്നു. അതായത് ഇത്രയും 200 കിലോമീറ്റർ വളഞ്ഞ് തിരിഞ്ഞ് ഓടിപ്പോയി കഴിഞ്ഞ ശേഷം വയനാട് എത്തുന്ന ചുരം കയറുന്നതിന് മുമ്പ് ചുരം കയറുന്ന സമയത്തുള്ള ഒരു അനുഭവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം അതിന്റെ ഒരു പെർസെന്റേജ് കുറയുന്നൊരു പെർസെന്റേജും അതേപോലെ തന്നെ റേഞ്ചും താഴേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഉണ്ടായിരുന്നു. അതായത് സാധാരണ റോഡിൽ ഓടിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് പവർ യൂസ് ചെയ്യും. അതെ, തീർച്ചയായും. എന്നാൽ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പോൾ 180 ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 180ഓളം തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തു. ഞാൻ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ ബാലൻസ് നിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് നമ്മൾ ചുരം കയറുന്ന സമയത്ത് നമുക്കൊരു മനസ്സിനുള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യണ്ടായിരുന്നു. അതേ സമയത്ത് നാളെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ റീജൻ ഇട്ടിട്ടായിരിക്കും, അല്ലേ? റീജൻ ഇട്ടത് കാരണം കൊണ്ട്, റീജനറേഷൻ മോഡ് ഇട്ടത് കാരണം കൊണ്ട്, ബാറ്ററി റിവേഴ്സ് ചാർജിങ് നടക്കുന്ന കാരണം കൊണ്ട് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല കൂടുതൽ റീചാർജിങ്ങും കൂടി നടന്നിട്ടുണ്ട്. അതല്ലേ പറയുന്നത്? താമരശ്ശേരി ചുരം ഇറങ്ങി വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ താമരശ്ശേരി ചുരം നമ്മുടെ കപ്പൂന്റെ ഫേമസ് താമരശ്ശേരി ചുരം കേട്ടോ. 5% നമുക്ക് ഇതിന്റെ അകത്ത് ബാറ്ററി ബാക്കപ്പ് കൂടുന്ന ഒരു സാഹചര്യം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇറങ്ങി വന്നത് ചുരത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പീക്ക് ടൈമിലായിരുന്നു. ഹെവി ട്രാഫിക് ആയിരുന്നു. ഹെവി ട്രാഫിക് പറഞ്ഞാൽ എന്നിട്ട് പോലും റീജനറേഷൻ ശരിക്കും വർക്ക് ചെയ്തു. AC, ലൈറ്റ് ഇത്യാദികളെല്ലാം
വർക്കിംഗ് ആയിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ഏതാണ്ട് 5% നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടി. മാത്രമല്ല ഇത്രയും ദൂരം നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ നമ്മൾ തിരിച്ചെത്തുമ്പോഴും നമുക്ക് പിന്നീട് ഒരു 100 കിലോമീറ്റർ നമുക്ക് റേഞ്ച് ബാക്കി നിൽക്കുന്ന സാഹചര്യം ഏതാണ്ട് ഒരു 30%. അപ്പോ നമ്മൾ അതിൽ ഒറ്റ ടേക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചുരം കയറുന്ന സമയത്ത് നമ്മൾ മാക്സിമം ബാക്കപ്പ് ആയിട്ട് പോവുക. ചുരം ഇറങ്ങുന്ന സമയത്ത് ഇത്തിരി കുറഞ്ഞാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. റീജിയനിലിട്ട് വന്നു കഴിഞ്ഞാൽ താഴെ ഇറങ്ങുമ്പോഴേക്കും കുറച്ചുകൂടി പുതിയ രീതിയിൽ പറയുകയാണെങ്കിൽ അടിച്ചു കയറി വാ മക്കളെ എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും ചാർജ് അതിലുണ്ടാവും, പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്. പക്ഷേ അതേ സമയത്ത് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട സംഭവമാണ്. ഇലക്ട്രിക് വണ്ടിയാണ്, കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് അത്യാവശ്യം അതിൽ ചാർജ് സൂക്ഷിച്ചു വേണം കയറാൻ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഗിയർ സെലക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല രസമായിട്ട് പിടിക്കാൻ പറ്റും. നമുക്ക് റിവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ബ്രേക്ക് പിടിക്കുന്നു, ന്യൂട്രല്, റിവേഴ്സ്, പാർക്കിങ്, ഡ്രൈവ്, ഇത്രയും ഓട്ടോ ഹോൾഡിന്റെ കാര്യങ്ങളൊക്കെയാണ്. റിവേഴ്സ് ക്യാമറയുടെയും 360യുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുന്നു, 360 വരുന്നു, റിവേഴ്സ് പോകുന്നു, പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. സിമ്പിളാണ്. ഇതേ പോകുന്നു. നമ്മൾ ഓട്ടോ ഹോൾഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞത്. ഓട്ടോ ഹോൾഡിന്റെ സംഭവമാണ്. ഓട്ടോ ഹോൾഡ് ഇട്ടിരിക്കുകയാണ്, ഡ്രൈവിലാണ്. ആക്സിലേറ്ററിൽ നിന്നോ ബ്രേക്കിൽ നിന്നോ രണ്ടിൽ നിന്നും കാലെടുത്തിട്ടുണ്ട്, വണ്ടി സ്റ്റില്ലാണ്. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കാതെ ഞാൻ മെല്ലെ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുന്നു. ഓട്ടോ ഹോൾഡ് ഇട്ടിട്ടുണ്ട്, അത് കാരണം കൊണ്ട് വണ്ടി മൂവ് ആവുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് ഉള്ള കാരണം കൊണ്ട് തന്നെ അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. വീണ്ടും ഞാൻ ഡ്രൈവിലേക്ക് ഇടുന്നു, സംഭവങ്ങൾ എല്ലാം മാറുന്നു. ഇപ്പോൾ സിറ്റി മോഡിലാണ്, ഓട്ടോ ഹോൾഡ് ഉണ്ട്. വീണ്ടും ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, മെല്ലെ പോകുന്നു. ഇങ്ങനെയാണ് സംഭവം. ഇത് ഓട്ടോ ഹോൾഡ് ഞാൻ ഓഫാക്കി നോക്കാം. ഓഫാക്കി ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, മെല്ലെ കിലോമീറ്റർ മെല്ലെ സാധനം പോകുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. ക്രീപ്പ് ഫംഗ്ഷൻ എന്നാണ് അതിന് പറയാമെന്നാണ് ഞാൻ കേൾക്കുന്നത്. 9 കിലോമീറ്റർ 8 കിലോമീറ്റർ എന്തോറ്റ സ്പീഡ് വരെയാണ് അത് പോകുന്നതെന്ന് തോന്നുന്നു. ഞാനതൊന്നുകൂടി വൃത്തിയായി നോക്കിയിട്ട് പറയാം. ഓട്ടോ ഹോൾഡ് വീണ്ടും ഞാൻ ഓണാക്കുന്നു, പോകുന്നു, ഡ്രൈവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തു, നിർത്തുന്നു. ഇനി ഞാൻ ബ്രേക്ക് വിടുന്നു, വണ്ടി അനങ്ങുന്നില്ല, വണ്ടി അവിടെ നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ശരിക്ക് യൂസ് ചെയ്യുന്നത്. അതിൽ കാണിക്കുന്നുണ്ട് ഓട്ടോ ഹോൾഡ് ആണെന്നുള്ളത്. ഇറക്കത്തിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്, ബ്രേക്ക് ചവിട്ടിയിട്ടില്ല, ഡ്രൈവ് മോഡിലാണ്, എങ്കിലും വണ്ടി നിൽക്കുന്നു. മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുന്നു, ഇതേ പോകുന്നു, വണ്ടി പോകുന്നു. അത്ര സിമ്പിളാണ് കാര്യങ്ങൾ. ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആണ് ഒന്ന്, പ്ലസ് ഇലക്ട്രിക് വണ്ടിയും കൂടിയാണ്. ഒരിക്കലും നമ്മളത് ഓടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് എൻജോയ് ചെയ്യും, ആ ഡ്രൈവ് എൻജോയ് ചെയ്യും, വണ്ടീനെ നമ്മൾ അറിഞ്ഞ് ഓടിക്കാൻ തുടങ്ങും എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഒരു സംഭവം. രണ്ടാമത്തെ സംഭവം ഇതിന്റെ സസ്പെൻഷനാണ്. എടുത്തു പറയേണ്ട ഒരു സസ്പെൻഷനാണ്. ഉള്ളിലെ നല്ല യാത്രാ സുഖമാണ്. ചെറിയ കുണ്ടിലും കുഴിയിലൊക്കെ ചാടുമ്പോഴും പോലും നമ്മൾ അറിയുന്നില്ല ഉള്ളിലേക്ക് എന്നുള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളതിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഈ 360 ക്യാമറയുടെ റൈറ്റിലേക്ക് ഇടുന്നു, അതിലവർ കാണുന്നു. ലെഫ്റ്റിലേക്ക് ഞാൻ ഇൻഡിക്കേറ്റർ ഇടുന്നു, ലെഫ്റ്റ് ക്യാമറ ഓൺ ആവുന്നു, നമ്മുടെ ഇതിൽ സ്ക്രീനിൽ ആ വിഷ്വലും കൂടി കാണുന്നു. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ആ സൈഡിൽ എന്തെങ്കിലും നമുക്ക് കാണാത്ത സംഭവം, ചെറിയ ബൈക്കുകളോ സ്കൂട്ടറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ആളോ ആ സൈഡിലുണ്ടെന്നുള്ളതൊക്കെ കാണാം. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയർ ക്യാമറ ഓണാക്കി കിടക്കുന്ന രീതിയിൽ അങ്ങനെയും കാണാം. ഇനി വീണ്ടും ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറും. ഇൻഡിക്കേറ്റർ ലെഫ്റ്റോ റൈറ്റോ ഉള്ള സാധനങ്ങളൊക്കെ അത് മാറുന്നു. ബൈ ഡീഫോൾട്ടായിട്ട് അതിന്റെ ഇത് വരുന്നു. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഫോണിലുള്ള സംഗതികളൊക്കെ അതിൽ കോൾ വരുന്നതും കാര്യങ്ങളൊക്കെ ഇതാണെന്നുണ്ടെങ്കിലും പിന്നിലുള്ള സീറ്റ് ബെൽറ്റിന്റെ വാണിംഗും കൂടി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ടിലെ 2 സീറ്റ് ബെൽറ്റുകൾ എന്തായാലും നമ്മളിപ്പം എല്ലാവരും ഒരുവിധം എല്ലാ വണ്ടികളിലും വാണിംഗ് തരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ. അതിനോടൊപ്പം തന്നെ പിന്നിലെ സീറ്റ് ബെൽറ്റുകൾക്കും വാണിംഗ് തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വേറെ ഒരു മെച്ചപ്പെട്ട സംഭവം. ഇതാണ് കേട്ടോ ചാർജർ. ടാറ്റ തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. നല്ല ചന്തണ്ട്, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. 55 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ ഇതിനോടൊപ്പം വരുന്നത്. ഏകദേശം 8 മണിക്കൂർ വേണം ഫുള്ളായിട്ട് ഇതൊന്ന് ചാർജ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ. അത്യാവശ്യം സമയമെടുക്കും, പക്ഷെ എന്നാലും നല്ല രസമാണ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാർജറിൻ്റെ, അതായത് DC ചാർജറിൻ്റെ സംഭവമാണ്. ഇതൊരു RF റീഡർ പോലെയാണ്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് വേണം അത് ഓഫാക്കാനും ഓണാക്കാനും. നമ്മളിപ്പോൾ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ചാർജ് മതിയായി എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഈ 3 പോയിന്റ് വരുന്നവിടെയാണ് നമ്മളിത് കാണിക്കുന്നത്.
സുഹൃത്തുക്കളെ, ഇതാണ് ടാറ്റ കർവിൻ്റെ റിവ്യൂ. ആദ്യമായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അതൊരു വണ്ടിയുടെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരെ താങ്ക് യു. വിൽ സീ യു സൂൺ.